അതെ, പുലി ഇങ്ങനെ പല വഴിക്കൂടെ പോവുകയാണ്. നമുക്ക് അവനെ തിരിച്ച് കിട്ടാൻ വേണ്ടി നോക്കുകയാണ്. അവൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതാ പുലിയെ കണ്ടില്ല എന്നുള്ള ഒരു പരാതി എല്ലാവർക്കും ഉണ്ടായിരുന്നു. പുലിയെ നമ്മളിങ്ങനെ അവൻ്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്നുള്ളതാണ്. രാജ്യമൊക്കെ ഇങ്ങനെ പുലിയെ നോക്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിജൃംഭിതരായിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനിയിപ്പോൾ തിരിച്ചവൻ വരുന്നുണ്ട്. അവൻ്റെ വരവ് അടിപൊളിയുള്ള വരവാണ്. അതെ, അവനെങ്ങനെയാണ് നമ്മളെ പിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു നോട്ടത്തിലാണ്. അവിടെ നിന്നൊരു ചാട്ടം ചാടിക്കഴിഞ്ഞാൽ അവൻ ആയെന്ന് കണ്ടോ. അത് അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെയൊക്കെ കണ്ടിട്ടാണ് അവൻ്റെ ആ ഒരു ആയൽ. സോ അവരിങ്ങനെ അവിടെ വന്ന് ഭയങ്കരമായിട്ട് ലൈവായിട്ട് അവനെ ഇങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഓരോ ചലനങ്ങളും നമുക്ക് ഒപ്പിയെടുക്കാം. പുലിയെ കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവസാനം പുലിയെ നമ്മൾ നേരിട്ട് ഇവിടെ കാണുന്നു. നമ്മുടെ തൊട്ടടുത്ത് തന്നെ പുലി. അത് അവൻ്റെ ഉദ്ദേശം ഇനിയും ആൾക്കാരെയൊക്കെ എങ്ങനെയൊന്ന് തൊട്ടടുത്ത് കണ്ട് ഇനി ആ കുളത്തിലൊക്കെ ഒന്ന് പോയി കുളിച്ച് ചാടി ഇറങ്ങി വരാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത്രയും അടുത്ത് നമുക്ക് പുലിയെ കാണാൻ പറ്റിയത് ഒരു വലിയ ഇതാണ്. പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് അവസാനം പുലി എത്തി. അടിപൊളി. പാവം ദൈവ് കഷ്ടപ്പെട്ടിരുന്നിട്ട് അവസാനം അവളുടെ ഫോൺ ഓഫായിപ്പോയി. പാവം പുലിയെ നമുക്ക് ഇത്രയും അടുത്ത് കണ്ടപ്പം കാണാൻ പറ്റിയില്ല. എൻ്റെ ബാറ്ററി തീർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ ഇത് കെട്ടിട്ട് നമുക്ക് എടുത്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ സുനിത കാണുന്നുണ്ട് പുലിയെ. ക്യാമറ താഴെ പോകായിരുന്നു ഭാഗ്യം. പുലിയെ കണ്ടില്ല എന്നുള്ളൊരു പരാതി തീർന്ന് പുലിയെ നെട്ടെടുത്ത് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. ഇതാ തിരിച്ചു വരുന്നുണ്ട്. അവനിങ്ങനെ പല വഴിയിലൂടെ ഞങ്ങളിങ്ങനെ അവനെ ഓരോ വഴിയിലൂടെയും അവനെ ക്യാച്ച് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് അവൻ. ഇവിടെ തിരിച്ചെത്തിയിട്ട് എൻ്റെ ക്യാമറയിലെ ബാറ്ററികൾ തീർന്നിരിക്കുകയാണ്. ദൈവമേ. അങ്ങനെ പോയിട്ട് അടുത്ത അവൻ്റെ ഉദ്ദേശം ഇവിടെയുള്ള ഈ ഒരു ഇതിനകത്തോട്ടേക്ക് തിരിച്ച് അവൻ്റെ താവളത്തിലേക്ക് പോവുകയാണ്. അപ്പം പുലി അവൻ്റെ താവളത്തിലേക്ക് കയറി പോകുന്ന കാഴ്ചയാണ് ഇനിയിപ്പോൾ നമുക്ക് കാണാനൊക്കത്തില്ല. ഇനിയും കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ തിരിച്ചവൻ വരും. അതിങ്ങനെ ആ വനാന്തരങ്ങളിലേക്കൂടെ കയറി ഇറങ്ങി വന്നിട്ട് വെള്ളത്തിൽ കൂടെയൊക്കെ പോയി തിരിച്ചകത്ത് പോയിട്ട് വേണോ താഴോട്ട് തിരിച്ചു വരണോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുകയാണ്. ഇരയൊക്കെ എടുത്ത് കയറിപ്പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. അകത്തേക്ക് കാലൊക്കെ വെച്ച് ഇത്രയും മാത്രമേ കാണുന്നുള്ളൂ. ഒരുപക്ഷെ അടുത്ത പുലികൾ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇറങ്ങി വരുമോ എന്ന് നോക്കാം. എന്തായാലും വളരെ തൊട്ടടുത്ത് പുലിയെ കാണാനും ഓപ്പൺ എയർ അവൻ തിരിച്ചു വരികയാണ്. വരുന്നു അവൻ വരികയാണ്. അവൻ ഇങ്ങനെ വന്ന് ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്ത് നമുക്ക് വീണ്ടും അവനെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് തന്നെ അവനെത്തും. ഇവിടെ തന്നെ തിരിച്ചെത്തും അവൻ. അതെ, എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവനെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. എവിടെയാണത്? ജലസ്നാനത്തിലാണ് അത്. നിളയിൽ നീരാടുവാൻ. അപ്പോൾ പുലിയെ നമുക്ക് ഇത്രയും അടുത്ത് എൻ്റെ ക്യാമറ ഇവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഫോൺ പുലിയുടെ വായിലേക്ക് ഇരിക്കും. എന്നാലും ഇത് എടുക്കാൻ വേണ്ടി ഏതായാലും എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഇത്രയൊക്കെ മതി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നല്ല അഴക് ഉള്ള ഒരു പുലിയാണല്ലേ, ഗംഭീരമായിട്ടുണ്ട്. ഇത്ര നേരം നമ്മളെ മുകളിലേക്ക് പോയി വെള്ളത്തിൽ കുളിച്ച് ആ വനത്തിനകത്തൊക്കെ കയറി ഇറങ്ങി വീണ്ടും തിരിച്ച് അവിടെ വന്നിട്ട് എല്ലാവരെയും വീക്ഷിക്കുന്നൊക്കെ ഉണ്ട്.
അത്രയും നല്ലൊരു വ്യൂ നമുക്ക് കിട്ടാൻ സാധിച്ചു. എന്നാലും വന്നതിൻ്റെ ഏറ്റവും പ്രയോജനം ഉണ്ടായത് ഇപ്പോൾ ഇവനെ കണ്ടുകൊണ്ടാണ്. തിരിച്ച് അവൻ്റെ അടുത്ത ചലനം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനിയും അവൻ തിരിച്ച് അവൻ്റെ ഗുഹയിലേക്ക് തന്നെ പോവുകയാണ്. ആ ഗുഹയൊന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. അവൻ തിരിച്ച് ഗുഹയിലേക്കാണോ വരുന്നത്? അതെ, അവൻ പകുതി മടിച്ച് നിൽക്കുകയാണ്. താഴെ നിന്നിട്ട് പോണോ വേണ്ടയോ എന്നുള്ളൊരു ഇതിലാണ്. നോക്കാം നമുക്ക്. അതെ, തിരിച്ച് ഉള്ളിലേക്ക് തന്നെ പോകാനുള്ളൊരു ശ്രമത്തിലാണ്. ജയറാമേ, ഓർമ്മയുണ്ടോ? നമ്മുടെ DD ആണ് പുലിയുടെ കൂടെ പോയി കിടക്കുന്ന പടമൊക്കെ തായ്ലാൻഡിൽ പോയിട്ട് എടുത്തിട്ട് വന്നത്. നമുക്ക് ഏതായാലും അതൊന്നും പറ്റിയിട്ടില്ലെങ്കിലും പുലിയെ കാണാൻ പറ്റി. അവനേതായാലും തിരിച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് പോയിരിക്കുകയാണ്. ഗുഹയ്ക്കുള്ളിൽ നിന്ന് നമുക്ക് ഏതായാലും ഇനിയിപ്പോൾ അവനെ കാണാനൊക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലൈവ് ഷോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈവ് ഷോ എന്തായാലും ഇവിടെ വന്നതിൻ്റെ പ്രയോജനം നമുക്കായാലും പുലിയെ കാണാൻ പറ്റുന്നുള്ളതാണ്. കുറേ സമയമൊക്കെ ഞാനിങ്ങനെ പുലി വരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും പുലിയെ ഇപ്പോഴാണ് കണ്ടത്. കണ്ട സമയത്ത് മൈക്ക് പോലും എടുക്കാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. മോനിഷ് ഭായ് ഉണ്ട്, ലൈലാജ്, ശ്രീദേവി എല്ലാവരും കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും രാജി ഏതായാലും ഇവിടെ ഇട്ടിട്ട് പോരുന്നില്ല. തിരുവാതിര കളിക്കാൻ വേണ്ടി അവൾ തിരിച്ച് വരും. കുഴപ്പമൊന്നുമില്ല, പുലി പിടിച്ചിട്ടൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ബാക്കിൽ നിൽക്കുന്നതാണ്. തിരിച്ച് പുലി ഇറങ്ങിയോ? വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട്. അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ ഒന്നുകൊണ്ട് നമുക്ക് ഫൈനലായിട്ടൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു. അതെ, യെസ്, അവനിങ്ങനെ കയറി പോവാണ്. നമുക്ക് നോക്കാം, അവൻ്റെ പിന്നിലൂടെ നമുക്ക് നടന്ന് നോക്കാം അവൻ എവിടെയായിട്ടാണ് കയറുന്നത്. അവൻ്റെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് വീണ്ടും അവിടെ കുറേ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് തന്നെയാണ് അവൻ പോകുന്നത്. ഒന്നുകൂടെ നമുക്ക് അങ്ങനെ ഒന്ന് ഓടിച്ച് കുറേ കുട്ടികളൊക്കെ ഓടിയാണ് പോകുന്നത്. പുള്ളിയുടെ ഫ്രണ്ട് വ്യൂ ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ? ഫ്രണ്ട് വ്യൂ ഒന്ന് കിട്ടിയായിരുന്നു, എങ്കിലും അവിടെ പോയി ഇവിടെ എത്തിയില്ല. യെസ്, തിരിച്ചു വന്ന് ഗുഹയിലോട്ട്, അടുത്ത ഗുഹയിലോട്ട് കയറിപ്പോയി കേട്ടോ. കയറിയോ? കയറിയിട്ടില്ല? താഴെയുണ്ടോ? ഇറങ്ങിയോടി? അപ്പോൾ തിരിച്ചതിനകത്ത് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പുലിയെ കണ്ട ആ ഒരു സന്തോഷത്തിൽ ഇനിയിപ്പോൾ ഏതായാലും രാജി ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പേടിക്കുന്നുണ്ട്, പുലി പിടിച്ചിട്ടൊന്നുമില്ല, ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ. അവസാനം നമ്മൾ പുലിയെ കണ്ടു. എൻ്റെ ഫോണിലെ ചാർജ് തീരാൻ പോവാണ്. അപ്പോൾ വീണ്ടും തിരിച്ച് വരുന്നിടം വരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.